നമസ്കാരം. ഞാനിവിടെ ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. ആദ്യമായിട്ട് അതിൻ്റെ കാലെല്ലാം ഇതുപോലെ ഒടിച്ചെടുക്കണം. വളരെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ കാലയിൽ ചെറിയ മുള്ളുണ്ട്, അത് കൈ കൊള്ളാതെ നോക്കണം. ഇതിൻ്റെ കാലെല്ലാം നമ്മൾ കറിക്ക് എടുക്കാറുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കണം. ആ പുറമേയുള്ള കട്ടിയുള്ള തോട് നമ്മൾ എടുക്കില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ചെറിയ തോടാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് പൂവ് പോലെയുണ്ട്, അതെല്ലാം നമ്മൾ കളയും. പിന്നെ അതിൻ്റെ അകത്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം കളയും. ഇതിനകത്ത് മണ്ണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതെല്ലാം നല്ലപോലെ വൃത്തിയായി ഒരു 5-8 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് കളയണം. ഞണ്ട് വൃത്തിയാക്കാൻ നല്ല സിമ്പിളാണ്. നമ്മുടെ മീൻ വൃത്തിയാക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള ആ ചെറിയൊരു തോടും കൂടി നമുക്ക് ഇളക്കി മാറ്റണം. അത് കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഇളകിപ്പോരും. ഇത് നല്ലോണം കഴുകിയിട്ട് ആ പീസ് ഇനി 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഞാനിവിടെ നന്നായിട്ട് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പീസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാലെല്ലാം ചെറുതായി ഒടിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നമുക്ക് ഒടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കാലിൽ ചെറിയ മുള്ളുണ്ട്, അത് കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. അതുപോലെ എല്ലാ കാലും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞണ്ടൊരു 5-8 പ്രാവശ്യത്തിലും കഴുകി വൃത്തിയായി എടുക്കണം. അതിൻ്റെ മണ്ണെല്ലാം നല്ലപോലെ പോകണം. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി കറി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 സവോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്കിടാം. ഇത് നല്ലവണ്ണം ഇനി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഈ സവാള വഴറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. പൊടികളൊന്നും കരിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പൊടികൾ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നല്ലവണ്ണം വേവിച്ചെടുക്കണം. മസാലയെല്ലാം തക്കാളിയിൽ പിടിക്കണം. ഞാനതുകൊണ്ട് മൂടി വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് ചേർക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പെല്ലാം ഞണ്ടിലെല്ലാം പറ്റിയിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്, ഞണ്ട് വേകാൻ വേണ്ടി മാത്രം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിത് മൂടി വെച്ചൊരു 15 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഞണ്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.